ഭാര്യയ്ക്ക് ഫർളോ സുന്നത്തോ ആയ ഹജ്ജിന് പോകാൻ ഭർത്താവ് സമ്മതം കൊടുക്കുകയും അവളെ യാത്ര പുറപ്പെട്ട് വഴിയിലെത്തുകയും ചെയ്തപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു. എന്നാൽ അവൾക്ക് യാത്ര ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങലാണ് നല്ലത്. യാത്ര പൂർത്തിയാക്കുകയും ചെയ്യാം. തുടങ്ങിയ യാത്ര ക്യാൻസൽ ചെയ്യൽ ഒരു ബുദ്ധിമുട്ടല്ലേ? പക്ഷെ അവൾക്ക് നല്ലത് ആ യാത്ര ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഇദ്ദ പൂർത്തിയാക്കലാണ്. ഇപ്പം വഴിക്കെത്തിയിട്ടേ ഉള്ളൂ, ഇഹ്റാം ചെയ്തിട്ടുമില്ല. യാത്ര പുറപ്പെട്ട് ലക്ഷ്യസ്ഥലത്തെത്തി അതിന് ശേഷമാണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുക. ഇപ്പം ഹജ്ജിനോ ഉംറയ്ക്ക് വേണ്ടി അവിടെ എത്തി, അവിടെ എത്തിയ ശേഷമാണ്, ഇപ്പം മക്കത്തെത്തിയ ശേഷമാണ് ഭർത്താവ് മരിക്കുന്നത്. എന്നാൽ ആ അമലുകളെ പൂർത്തിയാക്കിയിട്ട് ഉടനെ തിരിച്ച് പരുക്ക് പോയിട്ട് ബാക്കി ഇദ്ദ പരുക്കുന്ന പൂർത്തിയാക്കണം. ആ അമലുകൾ പൂർത്തീകരിച്ച ശേഷം അല്പവും അവിടെ എവിടെയും തങ്ങി നിൽക്കരുത്. ആ അമലുകൾ പൂർത്തീകരിച്ച് ഉടനെ യാത്ര തിരിക്കണം. ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഇദ്ദ തീർന്നിട്ടുണ്ടാവും. എന്നാലും തിരക്കില്ല. അവിടെ ജിദ്ദയിലും അവിടെയും ഇവിടെയും ഒന്നും പോയിട്ട് കുടുംബക്കാരെയും ബന്ധുക്കളെയൊക്കെ കാണാനോ അതിനൊന്നും നിൽക്കരുത്. അവിടെ എത്തിയ ശേഷമാണ് ഉണ്ടെങ്കിൽ ഹജ്ജിനാ പോയെങ്കിൽ ഹജ്ജ്, ഉംറക്കാ പോയെങ്കിൽ ഉംറ. അത് കഴിഞ്ഞ ഉടനെ തിരിച്ചിട്ട് പരുക്കേക്ക് പോകണം. ഹജ്ജിന് കൊടുത്ത് പാസ്സായി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുരക്കുന്നിറങ്ങിയിട്ട് യാത്ര തുടങ്ങി. അങ്ങനെ നാട്ടിൻ്റെ മഹലിൻ്റെ പരിധി വിട്ടിട്ടില്ല. അപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. എന്നാൽ ഉടനെ യാത്ര ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് അവിടുന്ന് ഇദ്ദ അനുഷ്ഠിക്കണം. ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ആ വർഷം തന്നെ സാധിക്കുമെങ്കിൽ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം ആ വർഷം തന്നെ ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ അടുത്ത കൊല്ലം. ഇതായാലും നാട്ടിൻ്റെ പരിധി വിട്ടിട്ടില്ല. അപ്പം നാട്ടിൻ്റെ പരിധി വിടുന്നതിന് മുമ്പാണ് മരിച്ചതെങ്കിൽ യാത്ര ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങൽ നിർബന്ധമാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇനി നാട് വിട്ടിട്ടില്ല ഹജ്ജിനെ പോലെ ശരിയല്ലല്ലോ. ഭർത്താവിൻ്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ സമ്മതം ഇല്ലാണ്ട് ഭാര്യ ഹജ്ജിനെ മാത്രം അല്ലെങ്കിൽ ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഭർത്താവിൻ്റെ സമ്മതം കിട്ടീന് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, ആ നിലക്കോള് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അതിന് ശേഷം ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അവിടെ എന്താ ചെയ്യണ്ടേ? ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടുണ്ടല്ലോ, വിശാലമായ സമയമുണ്ടെങ്കിൽ ഓൾക്ക് ഇദ്ദ കഴിയുന്നത് വരെ യാത്ര പിന്തിക്കാം. ഇനി വിശാലമായ സമയം ഇല്ലെങ്കിൽ ഇദ്ദ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അവൾ യാത്ര പുറപ്പെടൽ നിർബന്ധമാണ്. കാരണം ഇവിടെ ഇഹ്റാം ചെയ്ത ശേഷമാണ് ഭർത്താവ് മരിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഇപ്പം ഇനി ആ ഇഹ്റാം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടും അതിന് തഹല്ലുലാകലും അതും ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇഹ്റാം ചെയ്ത ശേഷമാണ് മരിച്ചതെങ്കിൽ യാത്ര തുടരൽ നിർബന്ധമാണ്. ഇനി കുറെ നേരത്തെ ഇഹ്റാം ചെയ്തനി, ഇനി ഹജ്ജ് ഈ 4 മാസവും 10 ദിവസമാണല്ലോ ഇപ്പം ഇദ്ദ, അത് കഴിഞ്ഞിട്ടും ഹജ്ജിന് സമയമുണ്ട് എങ്കിൽ അതുവരെ കാത്തുക്ക, അല്ലെങ്കിൽ ഉടനെ യാത്ര പുറപ്പെടണം. അത് നിർബന്ധമാണ്. ഹജ്ജിനും ഉംറക്കും പോകാൻ ഭർത്താവ് സമ്മതം കൊടുത്തതനുസരിച്ച്, അല്ലെങ്കിൽ ഭർത്താവ് സമ്മതം കൊടുത്തിട്ടില്ല, ആ നിലക്ക് ഭർത്താവിൻ്റെ മരണശേഷം ഇദ്ദ കഴിയുന്നതിന് മുമ്പായിട്ട് അവൾ ഇഹ്റാം ചെയ്താൽ ഒരു നിലക്കും അവൾക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി പറ്റൂല. യാത്ര പുറപ്പെടൽ ഹറാമാണ്. ഹജ്ജും ഉംറയും നഷ്ടപ്പെട്ടു പോകുമെങ്കിലും ആ നിലക്ക് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഹജ്ജിന് പോകരുത്. ഇഹ്റാമിൻ്റെ മുമ്പ് അവർ മരിച്ചതിനാൽ അവൻ്റെ കൂടെ അവൻ്റെ സമ്മതം ക്യാൻസലായി. ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഇഹ്റാം ചെയ്യുന്ന ഭർത്താവ് മരിച്ച ശേഷമല്ലേ, അതുകൊണ്ട് ആ സമ്മതം അത് ക്യാൻസലായി. പിന്നെ അവൻ്റെ സമ്മതം കൂടാതെ പോകൽ ഒരു നിലക്ക് ശരിയല്ലല്ലോ. പിന്നെ ഇവിടെ എന്താ വേണ്ടേ? ഇദ്ദ കഴിഞ്ഞ ശേഷം അവൾക്ക് യാത്ര പുറപ്പെടാം. എൻ്റെ ഉംറയാണെങ്കിൽ ഉംറ പൂർത്തിയാക്കുക, ഹജ്ജാണെങ്കിൽ ഹജ്ജ് പൂർത്തിയാക്കുക, പക്ഷെ ഇദ്ദക്ക് ശേഷം. ഇനി
അങ്ങനെ ഇദ്ദക്ക് ശേഷം പോയിട്ട് നിലവിലുള്ള ഇഹ്റാമ് കൊണ്ട് ഹജ്ജ് കിട്ടൂല. അപ്പൊ ഹജ്ജിന്റെ സമയം കഴിഞ്ഞു പോകുമോ? എങ്കിലെന്താ ചെയ്യണ്ടേ? അവിടെ പോയിട്ട് ഉംറ ചെയ്യുക. ഹജ്ജിന്റെ ഇഹ്റാമ് ഉംറയാക്കിയിട്ട് മറിക്കുക. എന്നിട്ട് അതിന്റെ പ്രായശ്ചിത്വം കൊടുക്കുക. എന്നിട്ട് തഹല്ലുലാകുകയും ചെയ്യുക. അടുത്ത കൊല്ലം പോയിട്ട് പിന്നെ ഹജ്ജ് ഖളാ വീട്ടുകയും ചെയ്യണം. കാരണം ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇഹ്റാം ചെയ്തത് അക്കാരണത്താൽ.